وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ, സദാ മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ സംസാരിക്കുവാൻ നമുക്ക് നൽകപ്പെട്ട നാവ്, നമുക്ക് കാണുവാനുള്ള കണ്ണുകൾ, കേൾക്കുവാനുള്ള കാതുകൾ, ചിന്താശേഷി, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ എല്ലാം സൗകര്യം പോലെ ഒരുക്കിത്തന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും എത്രയാണതിൻ്റെ അളവ് എന്ന്, എത്രയാണതിൻ്റെ എണ്ണം എന്ന് കണക്കാക്കിയാൽ തീരാത്തത്ര ധാരാളം എന്ന് പറഞ്ഞാലും അതിൻ്റെ പട്ടികകൾ അവസാനിക്കാത്തത്രയാണ് നിഅമത്തുകൾ സദാ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കത് നിജപ്പെടുത്താനാവില്ല, നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്തുവാനാവില്ല എന്ന്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. നന്ദി ചെയ്താലും അള്ളാഹു നമുക്ക് ചെയ്ത ഒരൊറ്റ അനുഗ്രഹത്തിന് പോലും അത് നന്ദിയായി മാറുവാൻ മാത്രം നമ്മെക്കൊണ്ട് നന്ദി കാണിക്കുവാനുമാവില്ല. അത്രത്തോളം അളവറ്റ വിധത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ് എന്തിനാണ് അവൻ ഇത് നമുക്ക് ചെയ്തത്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാനാണ്, നന്ദി ചെയ്യുവാനാണ് റഹ്മാനായ റബ്ബ് ഇതെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. ഏതേത് പരിശോധിച്ചു നോക്കിയാലും റഹ്മാനായ റബ്ബിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന നന്ദിയുടെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുകയാണ്. ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞു, ഭൂമിയിലേക്ക് നോക്ക്, നിന്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നോക്ക്. അതിൻ്റെയൊക്കെ പുറമേ അല്ലാഹു പറഞ്ഞു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളില്ലേ. പുറമേക്ക് കാണുന്ന നിങ്ങളുടെ അവയവങ്ങൾ, കാണാൻ സാധിക്കാത്ത നിലക്കുള്ള മനുഷ്യന്റെ ആന്തരികമായ അവയവങ്ങൾ, മനുഷ്യനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ പ്രത്യേകതകൾ തുടങ്ങി അനേകായിരം അനുഗ്രഹങ്ങളാണ് മനുഷ്യ നിനക്ക് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളത് കാണുന്നില്ലേ? എന്തിനാണത്? നിങ്ങൾ നന്ദിയോടെ ജീവിക്കാനാണ്. ഇതൊക്കെ നിങ്ങൾ ആസ്വദിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദിയുള്ളവര് മനസ്സ് വേണം. ആ റബ്ബിനെ ഓർക്കുന്നവര് നല്ല നാവുകൾ വേണം, ഹൃദയം വേണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ, റബ്ബേ നീ എനിക്ക് അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നുകൊണ്ട് നീ എനിക്ക് സഹായിയാവണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മാത്രമല്ല, അത് പ്രാർത്ഥിക്കുവാൻ ലോകത്തോട് വസിയത്തും നൽകിയിരിക്കുകയാണ്. മഹാനായ സഹാബി മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ എൻ്റെ കൈ ഇങ്ങ് പിടിച്ചു, സ്നേഹത്തോടുകൂടെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ്, മുആദേ വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. മുആദേ, നിന്നോട് എനിക്ക് പെരുത്ത് ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഏറെ സ്നേഹിക്കുന്നു മുആദേ. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു വസിയത്ത് പറയട്ടെ, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. മുആദേ, നീ ഒരിക്കലും ഏതൊരു നമസ്കാരത്തിന്റെയും അവസാന ഭാഗത്ത് അല്ലെങ്കിൽ നിസ്കാര ശേഷമെന്നും നമുക്കതിന് വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും, ഇപ്രകാരം പറയാതെ പോകരുത്. എന്നിട്ടൊരു ദുആ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എനിക്ക് സഹായിയാവണേ,
നീ എനിക്ക് സർവ്വവിധത്തിലുള്ള തൗഫീഖുകളും ഒരുക്കി തന്നുകൊണ്ട് നീ എനിക്ക് ശക്തി പകരണേ. എന്തിന്? അലാ ദിക്രിക, നിന്നെ ഓർക്കേണ്ടിടത്തെല്ലാം കൃത്യമായി നിന്നെ ഓർക്കാനും ആ നിലക്കുള്ള ഒരു ജീവിതത്തിന് നീ എനിക്ക് തൗഫീഖ് തരണം. വശുക്രിക, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദിയുള്ളവനായി തീരുവാൻ, യഥാവിധി നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു ശാക്കിറായി ഒരു ദാക്കിറായി ജീവിക്കുവാൻ നീ എനിക്ക് തൗഫീഖ് തരണേ. വഹുസ്നി ഇബാദതിക, നിനക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ ഏത് കാര്യത്തിലും അത് സൂക്ഷ്മമായി നിർവഹിക്കുവാൻ ഏറ്റവും നല്ല നിലക്ക് ഇഖ്ലാസോടുകൂടി ഒരു ന്യൂനതയുമില്ലാത്ത നിലക്ക് നിനക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുള്ള തൗഫീഖും നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരം അവസാനിക്കുന്നതിന്റെ മുമ്പോ ഇനി നമസ്കാരത്തിന്റെ ശേഷമെങ്കിലുമോ നാം ഗൗരവത്തോടെ ആത്മാർത്ഥമായി ഈ ഒരു ദുആ ലോകത്തിന്റെ നേതാവ് വസിയത്ത് നൽകിയതാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. അത് അവിടുത്തേക്ക് മാത്രം ബാധകമായ ദുആയല്ല. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, എല്ലാം അതിൽ ഉൾക്കൊണ്ടു, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, മഹാനായ സ്വഹാബി സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഇറങ്ങിയല്ലോ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഒക്കെ കൂമ്പാരമാക്കുന്നവർ, അതെങ്ങനെ നിധിയാക്കി കാത്തുവെച്ചുകൊണ്ടിരിക്കുന്നവർ, അതിന്റെ സ്വതക്കയും സക്കാത്തുമൊന്നും കൊടുത്തു വീട്ടാതെ ആ നിലക്ക് പിശുക്ക് കാണിക്കുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞേക്കുക എന്ന സൂറത്തു തൗബയിലെ വചനമിറങ്ങിയപ്പോൾ സഹാബിമാരിൽ നിന്ന് ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, പ്രിയ പ്രവാചകരെ, സ്വർണത്തെക്കുറിച്ച് വെള്ളിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നു, ഞങ്ങളിനി എന്താണ് സമ്പാദിക്കേണ്ടത്? എന്താണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടുന്ന പ്രധാനപ്പെട്ട സമ്പാദ്യം എന്താണ് നബിയെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറാ വലിസാനൻ ദാകിറാ വസൗജതൻ മുഅ്മിനതൻ തുഈനു അഹദുക്കും അലാ അംരിൽ ആഖിറഹ്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ കാത്തു വെച്ചോളൂ, നിങ്ങൾ നേടിയെടുത്തു വെച്ചോളൂ, സമ്പാദ്യമായി കരുതി വെച്ചോളൂ. എന്തൊക്കെ? ഖൽബൻ ശാകിറാ, ഖൽബൻ ശാകിറാ, റബ്ബിന് ഏറെ നന്ദിയുള്ള ഒരു മനസ്സിന്റെ ഉടമകളാകുവാൻ അത്തരം ഒരു ഖൽബ് നിങ്ങൾക്ക് ഉണ്ടായാൽ ഏറ്റവും വലിയ സമ്പാദ്യം അത് തന്നെയാണ്. വലിസാനൻ ദാകിറാ, അള്ളാഹുവിനെ ഓർക്കേണ്ട സമയത്തൊക്കെ കൃത്യമായി ഓർക്കുന്ന, റബ്ബിനെ കുറിച്ച് പറയുന്ന, അവനെ പ്രശംസിക്കുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, തക്ബീർ ചൊല്ലുന്ന, തഹ്മീദ് ചൊല്ലുന്ന, അവനെ ഓർക്കുന്ന ഒരു നാവിന്റെ ഉടമയായിക്കോ. വസൗജതൻ മുഅ്മിനതൻ, മുഅ്മിനത്തായ വിശ്വാസിനിയായ ഒരു പെണ്ണിനെ നിനക്ക് നേടാൻ സാധിച്ചാൽ അതാണ് വലിയ സമ്പാദ്യം. മൂന്നാമതാണ് പറഞ്ഞത്, എങ്ങനെയുള്ളവളാണ് ആ പെണ്ണ്? തുഈനു അഹദകും, നിങ്ങളിൽ ഒരാളെ നിങ്ങളുടെ ഭാര്യ സഹായിക്കുന്നു, ആ പെണ്ണ് സഹായിക്കുന്നു. എന്തിന്? അലാ അംരിൽ ആഖിറഹ്, പരലോകത്തിന്റെ കാര്യത്തിൽ, നിങ്ങൾക്കുടെ ദീനിന്റെ വിഷയത്തിൽ, നിങ്ങളുടെ പരലോകം വിജയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളോടതിന് കൽപ്പിക്കുന്ന, പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു സഹായിയായി നിലകൊള്ളുന്ന ഒരു ഉത്തമയായ പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇതൊക്കെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം. 3 സമ്പാദ്യങ്ങളായി ഇവിടെ മുസ്തഫ എടുത്തു പറഞ്ഞത്. ഒന്ന്, ഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള ഒരു മനസ്സ്, ലിസാനുൻ ദാകിറുൻ, റബ്ബിനെ കൃത്യമായി ഓർക്കുന്ന ഒരു നാവ്, അതേപോലെ തന്നെ സൗജത്തുൻ മുഅ്മിന, മുഅ്മിനത്തായ ഒരു പെണ്ണ്, ഒരു ഭർത്താവിന്റെ ജീവിതത്തിൽ പരലോകത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് എന്നും സഹായിയായി നിലകൊള്ളുന്ന ഒരു ഭാര്യ എന്നാണ് ആ പറഞ്ഞത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ ഒരു കൃത്യമായ നിലപാട് ആരാണോ സ്വീകരിക്കുന്നത് അവർക്കേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അറിയേണ്ടത്, എങ്ങനെയാണ് റബ്ബിന്റെ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? അൽഹംദുലില്ലാ എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ നന്ദിയായി തീരുമോ? അതുകൊണ്ട് മാത്രം അവസാനിക്കുമോ? എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പറയേണ്ടത്? 3 കാര്യങ്ങൾ മുഖേനയാണ് ആ നന്ദി നമ്മൾ റബ്ബിനോട് പ്രകടിപ്പിക്കേണ്ടത്. ഒന്നാമതായി, ഞാൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധം എനിക്കുണ്ടാവലാണ്. അത് ഞാൻ സമ്മതിക്കണം.
എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അതാണ് സമ്മതിക്കേണ്ടത്. റബ്ബേ, നീ എനിക്കൊരുപാട് നൽകിയിട്ടുണ്ട് എന്ന്. ഒന്നും തന്നില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന പരിഭവമല്ല, മറിച്ച് ഒരുപാട് നീ എനിക്ക് നൽകിയല്ലോ റബ്ബേ, എത്രയാണ് നീ എനിക്ക് നൽകിയത് എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ സമ്മതിച്ചു പറയണം. അത് നമ്മുടെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനയിലുണ്ട്. അബൂ ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മുഴുവനും ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു എന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ആ ദുആയിൽ നമ്മളത് പറയുന്നുണ്ട്. നമ്മൾ നിത്യവും 2 തവണയെങ്കിലും പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൽ അതടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത്. അപ്പൊ റഹ്മാനായ റബ്ബ് എനിക്കൊരുപാട് നൽകിയിട്ടുണ്ടെന്ന ബോധം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, അതെനിക്ക് നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഏത് നിഅമത്ത് ഞാൻ അനുഭവിക്കുമ്പോഴും എൻ്റെ റബ്ബാണ് തന്നത് എന്ന ചിന്ത എനിക്കുണ്ടാകണം. അവനെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം, അവനെ പ്രശംസിച്ചു കൊണ്ടിരിക്കണം, അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. തീർന്നില്ല. മൂന്നാമത്തെ ഭാഗം എന്താണ് നന്ദിയുടേത്? ആ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അത് തന്ന റബ്ബിന് പൊരുത്തമുള്ള വഴിയിലേക്ക് മാത്രം ചെലവഴിക്കണം. റഹ്മാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് അങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും അത് നൽകിയത് റബ്ബാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ, വിനയത്തോടെ ആ റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ച് അവന് വെറുപ്പുള്ള കാര്യങ്ങളിൽ വിനിയോഗിക്കാതെ അപ്രകാരമാണ് നന്ദി കാണിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണേ എന്ന്. അങ്ങനെ ഓർത്ത് നാം ധാരാളമായി അതിനെക്കുറിച്ചുള്ള വിനയം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ജീവിതത്തിൽ ആ ഒരു ഓർമ്മയോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ 2 ലോകത്തും വിജയം ഉറപ്പാണ്, ഇല്ലെങ്കിൽ പരാജയമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുക്രിന്റെ മേഖലയിൽ, നന്ദിയുടെ മേഖലയിൽ നമ്മൾ എത്രത്തോളം ബാധ്യതകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന ചിന്തക്ക് നമ്മൾ സമയം കണ്ടെത്തണേ എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു അപാകതകൾ പുറത്തു തന്നുകൊണ്ട് ശാക്കിരീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. അമ്മാ ബഅദു ഫഊസീകും ഇബാദല്ലാഹ് വനഫ്സി ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് മുത്തഖീങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന് നന്ദി കാണിക്കൽ നിർബന്ധമാണ്. മഹാന്മാരായ പ്രവാചകന്മാരോട് വരെ, എല്ലാവരോടും, ലോകത്തോട് മുഴുവനും അള്ളാഹു അത് ആവശ്യപ്പെട്ടതാണ്. യഅ്മലു ആല ദാവൂദ ശുക്ര. ദാവൂദ് അലൈഹിസ്സലാമിന് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു കൊടുത്തിട്ട് അല്ലാഹ് പറഞ്ഞു ശുക്ർ ചെയ്യണം. അതേപോലെ തന്നെ ധാരാളം പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അവരൊക്കെ റബ്ബിന് വളരെ നന്ദിയുള്ളവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നന്ദിയുടെ ഭാഗമായി നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു തന്ന നിഅമത്തുകളെ ഒരിക്കലും റബ്ബ് ഇഷ്ടപ്പെടാത്ത വഴിയിൽ ചെലവഴിക്കരുത് എന്നാണ്. മനുഷ്യന് ആരോഗ്യം വലിയ അനുഗ്രഹമാണ്. രോഗമുള്ളവരവസ്ഥയെ ഭയപ്പെടാത്തവർ ആരാണുള്ളത്? ആരോഗ്യം നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാത്തവർ ആരാണുള്ളത്? മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കാത്ത ഏത് സദസ്സുകളാണുള്ളത്? ആരോഗ്യം വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം കിട്ടിയവരെന്ത് ചെയ്യണം? ആ അനുഗ്രഹം റഹ്മാനായ റബ്ബാണ് തന്നത്. ആ റബ്ബിന് ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് ആ അനുഗ്രഹത്തെ 1 സെക്കൻഡ് പോലും ഞാൻ വിനിയോഗിക്കരുത് എന്ന ബോധ്യവുമാണ് അവൻ ആവശ്യമായിട്ടുള്ളത്. റബ്ബ് തന്ന കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ കണ്ട് ആസ്വദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. റബ്ബ് തന്ന കാതുകൾ കൊണ്ട് ഹറാമായ കാര്യങ്ങൾ കേട്ട് ആസ്വദിക്കുകയും ഗീബത്തുകളും നമീമത്തുകളും പറയുവാനും കേൾക്കുവാനും ഒക്കെ നാവിനെയും അതുപോലെ തന്നെ കാതിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അശ്ലീലമായ സംസാരങ്ങളും അശ്ലീലമായ കൂത്തരങ്ങുകളും നാട്യങ്ങളും നടനങ്ങളും ഡാൻസുകളും അതേപോലെയുള്ള ഒട്ടേറെ രംഗങ്ങളുമൊക്കെ നോക്കി ആസ്വദിക്കുന്ന മനുഷ്യന്മാർ
അവർ ചിന്തിക്കുന്നില്ല. അലം നജഅൽ ലഹു ഐനൈൻ, ആ രണ്ട് കണ്ണുകൾ അവന് നാമല്ലയോ കൊടുത്തത്? നാം അത് കൊടുത്തില്ലയോ എന്ന് അല്ലാഹു തആല ചോദിച്ചില്ലേ? അല്ലാഹ് തന്നതാണിത്. ആ റബ്ബ് തന്ന ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് റബ്ബ് വിരോധിച്ചിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്നുവെങ്കിൽ ആ കണ്ണുകൾ എന്തായിരിക്കും പരലോകത്ത് അതിന്റെ അവസ്ഥ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നൽകിയ നാവ്, നമുക്ക് നൽകിയ കാത്, നമ്മുടെ ഓരോ അവയവങ്ങളെയും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യാതെ റബ്ബിന് പൊരുത്തമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ശരീരം കൊണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആരോഗ്യം എന്ന അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. അറിവ് ഒരു അനുഗ്രഹമാണ്. അറിവിനോടുള്ള നന്ദി കാണിക്കൽ എങ്ങനെയാണ്? പഠിച്ച അറിവ് നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കണാണ്. സർട്ടിഫിക്കറ്റുകളും ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളുമല്ല, പ്രവൃത്തിപഥത്തിലുണ്ടോ എന്നുള്ളതാണ് ശുക്രിന്റെ ഏറ്റവും പാരമ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സമ്പത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരൽപ്പമൊക്കെ സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോഴേക്ക് അള്ളാഹുവിനെ മറന്നുകൊണ്ട് കൂത്താടുവാനും മതിക്കുവാനും കുടിക്കുവാനും ലഹരിയുടെയും മദ്യത്തിന്റെയും വഴിവിട്ട അവിഹിത ബന്ധങ്ങളുടെയും അനാവശ്യമായ ധൂർത്തുകളുടെയും ആഡംബരങ്ങളുടെയും കല്യാണത്തിന്റെയും പൊങ്ങച്ചങ്ങളുടെയും മറ്റെല്ലാം പേരിലൊക്കെ സമൂഹത്തിൽ വരുത്തി വെക്കുന്ന നൂറുകൂട്ടം നിഷിദ്ധമായ കാര്യങ്ങൾ. എന്റെ കയ്യിൽ പണമുണ്ടടാ, ആരാണിതൊക്കെ ചോദിക്കാനെന്ന അഹങ്കാരത്തോടെ അർമാദിച്ചുകൊണ്ട് ജീവിക്കുമ്പോ മനസ്സിലാക്കണം, ഖാറൂൻ മുതലാളിയുടെ ചരിത്രം നമ്മുടെ കിതാബിലുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. തോട്ടക്കാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലുണ്ട്. ഒക്കെ ഞാൻ നേടിയതാണ്, എന്റെ പണം ഞാൻ ചെലവഴിക്കാൻ എന്റെ ചോയ്സ് ആണെന്ന് പറയുമ്പോ അതിലാരും ഇടപെടേണ്ടതില്ലെന്ന നെകളിപ്പുണ്ടല്ലോ. അതൊക്കെ ഇന്ന് പറയാനേ പറ്റൂ. നാളെ നിന്റെ ധനം എവിടെയാണോ, നിന്റെ ആരോഗ്യം എവിടെയാണോ, നിന്റെ സമ്പത്ത് എവിടെയാണോ, അതൊക്കെ പോകുവാൻ, തകർന്ന് തരിപ്പണമാകുവാൻ നിമിഷങ്ങൾ മതി. റഹ്മാനായ റബ്ബാണ് പറയുന്നത്, നിങ്ങൾക്ക് നൽകപ്പെട്ട നിഅമത്തുകൾ നിങ്ങൾ നന്ദിയോടെ നിലനിർത്താൻ തയ്യാറുണ്ടോ? നന്ദി കാണിക്കാൻ തയ്യാറുണ്ടോ? ലഅസീദന്നകും, നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. എത്രത്തോളം നിഅമത്തുകൾക്ക് എത്രത്തോളം നമ്മൾ ശുക്ർ ചെയ്യുന്നുവോ ആ നിഅമത്തുകളിൽ ബർക്കത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ധാരാളം റബ്ബ് തന്നുകൊണ്ടിരിക്കും. അതേ അവസരത്തിൽ നെകളിപ്പ് കാണിച്ചാലുണ്ടല്ലോ, അഹങ്കാരികളായാലുണ്ടല്ലോ, എന്റെ മുതലാണ്, എന്റെ ശരീരമാണ്, എന്റെ ചോയ്സ് ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ വിടില്ല റഹ്മാനായ റബ്ബവനെ. വലൈൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിലോ, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ അത് കഠിനം തന്നെയാണ് എന്ന മുന്നറിയിപ്പ് റഹ്മാനായ റബ്ബിൻ്റെതാണെന്ന് ഓർക്കുക. അതുകൊണ്ട് നെകളിപ്പ് വേണ്ട, അഹങ്കാരം വേണ്ട. വിനീത ഭാവത്തിൽ റഹ്മാനായ റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും അവൻ പൊരുത്തപ്പെടുന്ന മാർഗങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ശാക്കിറായ ഖൽബോടെ, ദാക്കിറായ ലിസാനോടെ ജീവിക്കുവാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കേവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين.